ബേപ്പൂർ തുറമുഖ വികസനത്തിന് 2000 കോടിയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതോടെ കോഴിക്കോടിനും മലബാറിനും വികസന പ്രതീക്ഷ. സർക്കാർ അംഗീകരിച്ച ക്രൂയിസ് ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായും പോർട്ട് സിറ്റിയായും ബേപ്പൂർ മാറും. പുതിയ പാലങ്ങളും റോഡുകളും വരുന്നതോടെ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ വരും. തൊഴിലും വരുമാനവും വർദ്ധിക്കും. കോഴിക്കോട് ബീച്ചിൽ കേരള മാരിടൈം ബോർഡിന്റെ വികസന പദ്ധതികൾക്ക് ടെൻഡർ ആയിട്ടുണ്ട്. ഇവ പൂർത്തിയാകുന്നതോടെ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാകും. നോർത്ത് സൗത്ത് ബീച്ചുകളിലാണ് പുതിയ പദ്ധതികൾ. ഇവ പൂർത്തിയാകുന്നതോടെ തീരദേശത്തിന്റെ മുഖച്ഛായ മാറും. പൊതുസ്വകാര്യ പങ്കാളിത്തത്തിലാണ് ബേപ്പൂർ തുറമുഖം ഉൾപ്പെടെ വികസിപ്പിക്കുന്നത്. തുറമുഖ വികസനത്തിന്റെ വിശദമായ സാധ്യതാ പഠനം താമസിക്കാതെ നടത്തിയേക്കും. സൗത്ത് നോർത്ത് ബീച്ചുകളിൽ 2.5 ഏക്കറിൽ വീതമാണ് പദ്ധതികൾ നടപ്പാക്കുക. സൗത്ത് ബീച്ചിൽ വാണിജ്യ പദ്ധതിയുമുണ്ട്. സർക്കാർ അംഗീകാരം ലഭിച്ചാലുടൻ നിർമ്മാണം തുടങ്ങും. നോർത്ത് ബീച്ചിൽ വെള്ളയിൽ ഹാർബറിനും ലയൺസ് പാർക്കിനുമിടയിൽ പാർക്കിംഗ് സൗകര്യവും ഒരുക്കും. അടിസ്ഥാന സൗകര്യ വികസനം, സൗന്ദര്യവൽക്കരണം, വിശ്രമ സൗകര്യം, പാർക്കിംഗ് എന്നിവ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികൾക്ക് ടെൻഡറായി. 30 വർഷ കാലയളവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് നടപ്പാക്കുക. സൗത്ത് ബീച്ച് മുതൽ നോർത്ത് ബീച്ച് വരെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ കമ്പനികളെ തെരഞ്ഞെടുത്തു. ഫണ്ട് സിറ്റി നടത്തിയിരുന്ന 30 സെന്റ് സ്ഥലം മറ്റൊരു പദ്ധതിക്ക് ഉപയോഗിക്കും. പെട്രോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട സംരംഭം ഇവിടെ തുടങ്ങിയേക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കഫറ്റീരിയയും ഉണ്ടാകും. പോർട്ട് ബംഗ്ലാവ് ഉൾപ്പെടുന്ന 1 ഏക്കർ സ്ഥലത്തിന്റെ വികസനം സാധ്യമാക്കും. പ്രീമിയം മറൈൻ ബൊട്ടിക്, റെസിഡൻഷ്യൽ ബംഗ്ലാവ്, ഓഡിറ്റോറിയം, കൺവെൻഷൻ സെന്റർ, മ്യൂസിയം തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടും. റെസ്റ്റോറന്റും തുടങ്ങിയേക്കും. ഇരുനിലകളിലായുള്ള പഴയ കെട്ടിടം കുറെ കാലമായി ഉപയോഗിക്കുന്നില്ല. ബീച്ചിൽ വികസനം 5 ഏക്കറിൽ നടപ്പാക്കുക. 4 പദ്ധതികൾ. പാർക്കിംഗ് സൗകര്യം 2.5 ഏക്കറിൽ. പദ്ധതി പ്രാവർത്തികമായാൽ വൻകിട കണ്ടെയ്നർ ചരക്ക് നീക്കവും അനുബന്ധ വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെടും. നിലവിലെ തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും കൂടുമെന്നും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഭാവിയിൽ ബേപ്പൂരിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനും നാടിനാകെ സാമ്പത്തികവും സാമൂഹികവുമായ അഭിവൃദ്ധി കൈവരിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും നിലവിൽ തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും. കേരളത്തിന്റെ സ്ഥലലഭ്യതയുടെ പരിമിതി വൻകിട വ്യവസായശാലകളുടെയും നിർമ്മാണ പദ്ധതികളുടെയും സ്ഥാപനത്തിന് വലിയ തടസ്സം തന്നെയാണ്. അതേസമയം മൂല്യവർദ്ധിത വസ്തുക്കൾ, കാർഷികോൽപ്പന്നങ്ങൾ അടക്കമുള്ളവയുടെ കയറ്റുമതിക്ക് സാധ്യതകളേറെയാണ്. എന്നാൽ അവ കുറഞ്ഞ ചെലവിൽ കയറ്റുമതിക്ക് സജ്ജമാക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനുള്ള പരിഹാരമാണ് തുറമുഖങ്ങൾ വഴിയുള്ള ചരക്കു നീക്കം. അഴീക്കൽ, ബേപ്പൂർ, കൊച്ചി, കൊല്ലം എന്നീ തുറമുഖങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുകയും അവിടെ നിന്ന് വിഴിഞ്ഞത്തേക്ക് കയറ്റുമതി ഉൽപ്പന്നങ്ങൾ എത്തിച്ച് അന്തർദേശീയ കമ്പോളങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി വിജയകരമായാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് മാത്രമല്ല, സാമ്പത്തിക വികസനവും തൊഴിൽ ലഭ്യതയും ധാരാളമായി ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കുറഞ്ഞ ചെലവിൽ കപ്പൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാനും ചെറുകിട തുറമുഖങ്ങളുടെ വികസനം സഹായകമാകും. നിലവിൽ ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളുമാണ് ബേപ്പൂരിൽ നിന്നും നടക്കുന്നത്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഗൾഫ് നാടുകളിലേക്ക് അടക്കമുള്ള ചരക്ക് നീക്കവും യാത്രാ സംവിധാനങ്ങളും ഇവിടെ നിന്ന് സാധ്യമാകും. ബേപ്പൂർ തുറമുഖം വികസിപ്പിക്കാൻ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതോടെ മലബാറിന്റെ വാണിജ്യ മേഖല വലിയ പ്രതീക്ഷയിലാണ്. 2000-ലേറെ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വൻകിട കണ്ടെയ്നർ ചരക്ക് നീക്കം ഉൾപ്പെടെ സജീവമാകുമെന്നാണ് വിലയിരുത്തൽ. തുറമുഖത്ത് പുതിയ വാർഫും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനൊപ്പം വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പോർട്ട് കണക്ടിവിറ്റിക്കായി പുതിയ പാലങ്ങളും റോഡുകളും വരുന്നതോടെ ബേപ്പൂർ ഒരു ആധുനിക നഗരമായി മാറുമെന്നാണ് സൂചന. പദ്ധതി പ്രാവർത്തികമായാൽ വൻകിട കണ്ടെയ്നർ ചരക്ക് നീക്കവും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെടും. സംസ്ഥാന മാരിടൈം ബോർഡിനാണ് നിർമ്മാണ ചുമതല. നിലവിൽ ചരക്കുകൾ കയറ്റിപ്പോകുന്ന സാഗർ, സാമ്രാജ്, സാഗർ, യുവരാജ് എന്നീ ബാർജുകളും വിരലിലെണ്ണാവുന്ന ഏതാനും ഉരുകളും മാത്രമാണ് തുറമുഖത്തെത്തുന്നത്. മതിയായ ചരക്കുകൾ ലഭിക്കാതെ ദിവസങ്ങളോളം ഇവ വാർഫിൽ കിട്ടിക്കിടക്കേണ്ട അവസ്ഥയാണുള്ളത്. കവരത്തി, മിനുക്കോയ്, ആന്ത്രോത്ത്, കൽപ്പേനി, കിൽത്താൻ, അമിനി, കടമത്ത്, ചേത്തലത്ത് എന്നീ ദ്വീപുകളിലേക്കാണ് ഉരുകളിലും ബാർജുകളിലുമായി ബേപ്പൂരിൽ നിന്ന് ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നത്. ബേപ്പൂരിലെ പ്രധാന പ്രശ്നം തുറമുഖത്തിന് ആവശ്യത്തിന് ആഴമില്ല എന്നതാണ്. ചെറുകപ്പലുകളെങ്കിലും തീരത്തണയണമെങ്കിൽ 6 മീറ്റർ ആഴമെങ്കിലും വേണം. ഇത് സാധ്യമാക്കാമെന്ന് പഠനം നടത്തിയവർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ 12 കോടി രൂപയുടെ പദ്ധതിയിൽ ചെളി നീക്കൽ ആരംഭിച്ചെങ്കിലും 3.5 മീറ്റർ പിന്നിട്ടപ്പോൾ പാറ കണ്ടത് തടസ്സമായി. പഠന റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിക്കാത്തതിനാൽ ആദ്യഘട്ടത്തിലെ തുക പാഴായ അവസ്ഥയാണ്. ചുരുങ്ങിയത് 50 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പാറ പൊട്ടിച്ച് ആഴം കൂട്ടാനാകും. എന്നാൽ ഫണ്ടില്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്ന് റിപ്പോർട്ട് പറയുന്നു. 166 ചുമട്ടു തൊഴിലാളികളും 22 കപ്പൽ ജീവനക്കാരുമാണ് ബേപ്പൂരിലുള്ളത്. ഇവരുടെ ജീവിതം ഇപ്പോൾ ദുരിതത്തിലാണ്. എന്നാൽ പുതിയ പദ്ധതി വരുന്നതോടുകൂടി ഇവരുടെ ജീവിതവും കരകയറുമെന്നാണ് വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.